സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള തത്സമയ വാർത്തകൾ വിശേഷങ്ങളുമായി കലകലാരവം വീണ്ടും ആരംഭിക്കുകയാണ്. വീണ്ടും ചേരുകയാണ് നമ്മൾ കലോത്സവ വേദിയിൽ തന്നെ. നമ്മളിപ്പോൾ ഉള്ളത് വേദി 7, വേദി 8 ഈ രണ്ട് വേദിയിൽ നിന്നാണ്. ഒരിടത്ത് മോണാക്ട് നടക്കുന്നു, ഒരിടത്ത് ദേശഭക്തി ഗാനം നടക്കുന്നു. അങ്ങനെ ഈ കലോത്സവം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളെ അവസാനിക്കും കലോത്സവം. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. എന്നാലും നമുക്ക് അതിന്റെ ഒരു അപ്ഡേഷൻ ചോദിച്ച ശേഷം തന്നെ നമുക്ക് ലൈവ് പെർഫോമൻസിലേക്ക് പോകണം. ദേശഭക്തി ഗാനം ടീം എം.ജി. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു പോയിന്റ് പട്ടിക എന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ? നിലവിൽ കണ്ണൂർ ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. ഒരു അപരാജിത കുതിപ്പ് തുടരുന്നു എന്ന് തന്നെയാണ്. 694 പോയിന്റുമായാണ് ബഹുദൂരം മുന്നിലേക്ക് കണ്ണൂർ പോകുന്നത്. രണ്ടാം സ്ഥാനത്ത് പാലക്കാട് 683 പോയിന്റുമായി തൊട്ടു പിന്നാലെയുണ്ട്. കോഴിക്കോടും അതേ പോയിന്റുമായി, അതായത് കോഴിക്കോടും പാലക്കാട് നമ്മൾ ഇന്ന് രാവിലെ കണ്ടതുപോലെ തന്നെ ഒരേ പോയിന്റ് രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ കണ്ണൂരിനെ മറികടക്കാൻ ഈ ജില്ലകൾക്ക് സാധിക്കുന്നില്ല. ഒപ്പം തന്നെ തൃശൂർ 666 പോയിന്റുമായി 4ാം സ്ഥാനത്തും ആതിഥേയരായിട്ടുള്ള കൊല്ലം 656 പോയിന്റുമായി 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനി നിരവധി ഇനങ്ങൾ ഇനി മത്സരിക്കാനുണ്ട്. നിരവധി മത്സരങ്ങൾ ഇനി പൂർത്തീകരിക്കാനുണ്ട്. രാവിലെ തുടങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം ഒത്തിരിയധികം മത്സരാർത്ഥികളുണ്ട്. നാടകമടക്കമുള്ള ഗ്രാമർ ഇനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അതിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതാണ് പോയിന്റ് നിലയനുസരിച്ച് ജില്ലകൾ തമ്മിലുള്ള പോരാട്ടം കനക്കുകയാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ഒരു ദേശഭക്തി ഗാനത്തിലേക്ക് പോയിട്ട് വരാമെന്ന് തോന്നുന്നു. ദേശഭക്തി ഗാനം